എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഞാൻ കുറച്ച് പരിപ്പ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ചെറിയുള്ളി 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഈ ചെറിയുള്ളിയും പച്ചമുളകും പരിപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് അരപ്പിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 7 വിസിലടിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതല്ല ഇതെങ്കിൽ ചൂട് മാറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം അരച്ച അരപ്പും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. തിളയ്ക്കാൻ പാടില്ല, അല്ലാതെ നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുക്, വറ്റൽമുളകില്ല, ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി മൂപ്പിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെണ്ടയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാളയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മെഴുക്ക് പുരട്ടി വെച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അല്പനേരം തുറന്ന് വെച്ച് തന്നെ വേവിക്കണം. ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊന്ന് മാറുന്നവരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഞാനിനി വെക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ്. ചിക്കൻ ആദ്യം തന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ ചൂടാക്കി വെച്ചതിന് ശേഷം സവാളയും ചിക്കനും കൂടി നന്നായിട്ട് തിരുമ്മിയെടുത്തതിന് ശേഷം കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ഇട്ടാണ് വേവിച്ചെടുത്തത്. ആ സമയത്ത് കറണ്ട് പോയി, അതുകൊണ്ടാണ് ആ വീഡിയോ ഇതിലില്ലാത്തത്. അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാൻ അതിലേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഞാൻ ഓൾറെഡി നേരത്തെ ഈ ചിക്കൻ കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മൂത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഞാനത് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം ചിക്കൻ മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാല നന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വറ്റി വന്നാൽ മതി. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിക്കോളും. അപ്പോൾ മസാലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വെള്ളം ഒന്ന് കുറച്ച് വറ്റിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ മെഴുക്ക് പുരട്ടി ഇങ്ങനെ പകുതി വേവായിട്ടുണ്ട്. ഇനി നമ്മൾ ആ വഴുവഴുപ്പെല്ലാം മാറിയ ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം നേരം കൂടെ വെച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ മെഴുക്ക് പുരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും ചാറൊക്കെ വറ്റി കറക്റ്റ് പരുവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറികളെന്ന് പറയുന്നത്. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. പുതുതായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും എൻ്റെ ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുകയാണ്.